ഒരു ഇപ്പം ചിലപ്പോൾ ഉമ്മ ചോദിച്ചാൽ തരില്ല കേട്ടാ, കുളിക്കാത്ത കാരണം. ഒരു ഉമ്മ തരോ, ഒരു ഉമ്മ തരോ, ഒരു ഉമ്മ തരോ, തരില്ലേന്നാ. അന്റെ മോൾ അങ്ങനെയൊന്നുമില്ല അച്ചോ, അമ്മ കൊച്ചില്ലെങ്കിൽ നമ്മുടെ പൊന്നമ്മച്ചമ്മയൊക്കെ തരും അല്ലേ. കണ്ണനാണ് അമ്മയാണ് ചുന്തിരി. ആരാ ചുന്തിരി? നീ എന്താണ്ട നിന്റെ മേത്തേക്ക് നോക്കണ്? എന്താണോ ചുന്തിരി? ഇത് അവനെ ചുന്തിരി, ഞാൻ ചുന്തിരി ഒന്നല്ല. ചുന്തിരി ആര് ചുന്തിരി? ആളെ മേത്തിക്കാനോ നോക്കിയിരിക്കുക. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാതി. അപ്പോൾ എല്ലാ വീഡിയോയിലും ഇപ്പോൾ സ്ഥിരമായിട്ടിടുന്ന എല്ലാ വീഡിയോയിലും കണ്ണനിൽ നിന്നൊക്കെ ആയിരിക്കും സ്റ്റാർട്ടിങ്, അല്ലെങ്കിൽ നമ്മുടെ അടുക്കള വിശേഷങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്റ്റയിലൊക്കെ റീൽസ് ഇടുമ്പോൾ പലരുടെയും പരിഭവമാണ്, കല്യാണീനെ എന്താ കൂടുതൽ കെയർ ചെയ്യാത്തത്, അല്ലെങ്കിൽ കല്യാണീനെ എന്താ കൂടുതൽ കാണിക്കാത്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അവൾ കാണാതെയൊക്കെ നമ്മൾ വീഡിയോസ് ഷൂട്ട് ചെയ്താലൊക്കെ അവളെ കാര്യമായിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ അവൾക്ക് അവളുടേതായ കുറച്ച് മൂടൊക്കെ ഉണ്ട്. ഇപ്പം എന്തെങ്കിലും ആൾ യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ട് അതിൽ നമ്മുടെ കുട്ടിയുടെയൊക്കെ വീഡിയോ ഉണ്ടല്ലോ, അതൊക്കെ കണ്ട് അവരൊക്കെ വീഡിയോ ചെയ്യുന്നത് കാണുമ്പോൾ അമ്മേ വയോ നമുക്ക് കുറച്ച് വീഡിയോ ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അവൾക്ക്. അല്ല ഞാനിപ്പോൾ കല്ല് വാടി നമുക്ക് മൂന്നാൾക്കും കൂടി ഇരുന്ന് വല്ല റീല് ചെയ്യാൻ കല്യാണി എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് കഴിഞ്ഞാൽ ഇല്ല അമ്മയും കണ്ണൻ ചേട്ടനും വീഡിയോ എടുത്താൽ മതി, ഞാൻ ആ ഭാഗത്തേക്കില്ല എന്ന ഭാവമാണ് കേട്ടോ അവളുടെ. അപ്പോൾ ഇൻസ്റ്റയിലൊക്കെ അങ്ങനെയൊക്കെ ഞാൻ പല കമൻസും കണ്ടിട്ടുണ്ട്. കണ്ണനെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവനെ മാത്രമേ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. കണ്ണനെന്ന് പറഞ്ഞത് ജീവനാണ്. അവനിപ്പോൾ ഭയങ്കര കരച്ചിലാണെങ്കിൽ പോലും ഞാൻ കണ്ണൻ നമുക്ക് റീലെടുത്താലോ വീഡിയോ എടുത്താലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഹാപ്പിയായി. പക്ഷെ കല്യാണിക്ക് പലപ്പോഴും പല മൂടാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ അവളെ വീഡിയോയിൽ കൊണ്ടുവരാമെന്ന് ഞാൻ നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവൾക്ക് തോന്നണം അവൾ വീഡിയോയിൽ വരണമെന്ന്. അപ്പോൾ ഞാൻ കരുതി ഇന്നത്തെ വീഡിയോ എന്തായാലും സ്റ്റാർട്ടിങ് നമ്മളെ കല്യാണിക്കുട്ടീനെ തന്നെ ആയിക്കോട്ടെ. അപ്പോൾ രാവിലത്തെ എല്ലാ പണികളും കഴിഞ്ഞ് കണ്ണൻകുട്ടി അകത്ത് കിടക്കാനായിട്ടോ ഹാളിൽ കിടത്തിയേക്കാം. അപ്പോൾ കല്യാണീനെ സ്കൂളിൽ വിടുന്ന നേരത്തെന്ന് പറഞ്ഞപ്പോൾ മിക്ക ദിവസങ്ങളിലും ഓട്ടപ്പാച്ചിലാണ് കേട്ടോ. വണ്ടി വന്ന് ഹോൺ അടിക്കുമ്പോഴേക്കായിരിക്കും ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ഓടി ചെല്ലുന്നത്. എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഭയങ്കര ഒരു വെപ്രാളം കൂടുതലാണ്. അപ്പോൾ ഞാൻ പിന്നെ ഇപ്പോൾ നേരത്തെ വരുന്നുണ്ട് വണ്ടി 8:30 അല്ലെങ്കിൽ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ 8:45 9 മണി വരെയൊക്കെ എത്താറുണ്ട് കേട്ടോ. ഇപ്പോൾ 8:30 മുൻപ് തന്നെ വണ്ടി എത്തുന്നുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസമാണെങ്കിൽ നല്ല മഴയുണ്ടായിരുന്നു പുറത്ത്. അങ്ങനെ മഴ തോരും നല്ലോണം പെയ്യും, അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് വണ്ടി വന്ന് ഹോൺ അടിക്കാനൊന്നും നിൽക്കണ്ട. പിന്നെ അവിടെ റോഡിൽ പോയി നിൽക്കാമെന്ന് വെച്ചാൽ പിന്നെ കുടയൊക്കെ ചൂടി നിൽക്കണ്ടേ. പിന്നെ കണ്ണൻകുട്ടിക്കാണെങ്കിലും മഴ പെയ്യല്ലേ, അവനോട് ഹാളിൽ തന്നെ കിടക്കുമ്പോൾ അവനും പേടിയാവില്ലേ എന്നെ കാണാണ്ടാവുമ്പോഴേന്ന് കരുതി. അപ്പോൾ ഫ്രണ്ടിലിരിക്കുകയാണെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവനെ പോയി നോക്കും, വാതിലിലവിടെ നിന്ന് നോക്കും, പിന്നെ ഇവിടെ വന്നിരിക്കും. അങ്ങനെയൊക്കെയാണ്. അധികം നേരമൊന്നും ഇല്ല, ഒരു 5-10 മിനിറ്റ് ആണ് കേട്ടോ അങ്ങനെ ഇരിക്കാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പിന്നെ അങ്ങനെ ഫ്രണ്ടിലൊന്നും പോയിരിക്കില്ല, ചിലപ്പോൾ ഹാളിൽ തന്നെ ഇരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് മഴയുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ പിന്നെ ഗേറ്റിൻ്റെ അവിടെ പോയി ആ കറക്റ്റ് ടൈം ആകുമ്പോൾ പോയി നിൽക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ അന്ന് ഞാൻ രാവിലെ വണ്ടിയൊക്കെ ഒന്ന് തുടച്ച് വെക്കാമെന്നൊക്കെ വിചാരിച്ച് വണ്ടിയൊക്കെ എടുത്ത് ഇങ്ങോട്ട് അടുത്തേക്കൊക്കെ നീക്കി വെച്ചപ്പോഴാണ് മഴ പെയ്യുന്നത്. അപ്പോൾ പിന്നെ തുടച്ചിട്ടും കാര്യമില്ല. അപ്പോൾ പിന്നെ വണ്ടി നല്ല രീതിയിൽ മഴ കൊള്ളുന്നുണ്ട്. അപ്പോൾ ഞാൻ എവിടേക്കെങ്കിലും ഒന്ന് ഒതുക്കി ഷീറ്റൊക്കെ ഇട്ട് വെക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നിൽക്കായിരുന്നു. പക്ഷെ മഴ പെയ്തപ്പോൾ പിന്നെ ഒരു രക്ഷയില്ല. അപ്പോഴേക്കും വണ്ടി വന്നു കേട്ടോ കല്യാണിയുടെ. അപ്പോൾ വേഗം അവളെ വണ്ടിയിൽ കൊണ്ടുവന്നാക്കി. അവളിപ്പോൾ അമ്മയൊന്നും വേണ്ട, ഞാനിപ്പോൾ UKG-യിലായില്ല, എന്തിനാ അമ്മ എന്നെ വണ്ടി കയറ്റാൻ വരുന്നത്, വണ്ടി വരുമ്പോൾ ഞാൻ ബാഗ് എടുത്ത് പോയിക്കൊണ്ട് എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറയുന്നത് കേട്ടോ. പക്ഷെ വണ്ടികളെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ വേറെ വണ്ടികളൊക്കെ വരും. അപ്പം നമ്മൾ ചിലപ്പോൾ ഞാൻ ഇറങ്ങി ചെല്ലുമ്പോഴേക്കും അവൾ ഓട്ടം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ വണ്ടികൾ വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ കണ്ടു എന്ന് വരില്ല ഇവളിങ്ങനെ ഓടുന്നതൊക്കെ. അപ്പം അങ്ങനെയൊക്കെയാണ് ഓരോ അപകടങ്ങൾ ഉണ്ടാവുന്നത്. പക്ഷേ അവർക്ക് പറഞ്ഞാൽ അറിയില്ലല്ലോ, ആളിങ്ങനെ ഭയങ്കര ഓട്ടമൊക്കെ. അപ്പോൾ അവളെ നോക്കിയിരിക്കണം. അപ്പോൾ വണ്ടി മഴ കൊള്ളുന്നത് കണ്ടിട്ട് എനിക്ക് സങ്കടം വന്നിട്ട് പാടില്ല. നമ്മളൊരു ഷീറ്റ് ഇട്ടിട്ടുണ്ട്, പക്ഷെ അവിടെ കാറിട്ട് കഴിഞ്ഞാൽ പിന്നെ സ്ഥലമില്ല. അപ്പോൾ ഇതിങ്ങനെ ചേട്ടൻ്റെയും ഈ വണ്ടിയൊക്കെ ഇരുന്ന് ഇങ്ങനെ
മഴ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഷീറ്റ് ഇനിയിപ്പോൾ അതിന് വേണ്ടി വലിച്ച് കെട്ടണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ കണ്ണൻകുട്ടിയുടെ അടുത്തേക്ക് വന്നു കേട്ടോ. കണ്ണൻകുട്ടിക്ക് പിന്നെ പല്ല് തേപ്പിക്കലും ഭക്ഷണം കൊടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ചില ദിവസങ്ങളിൽ ഇന്നിപ്പോൾ അവൻ എണീക്കാൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ അവൻ നേരത്തെ എണീക്കാന്നുണ്ടെങ്കിൽ കല്യാണി പോകുന്നതിന് മുൻപ് പല്ലൊക്കെ തേപ്പിച്ച് എന്തെങ്കിലുമൊക്കെ അവന് കൊടുക്കാനൊക്കെ അങ്ങനെ ഇരിക്കും. അപ്പോൾ എണീക്കാൻ വൈകിയത് കൊണ്ട് തന്നെ പിന്നെ സമയമില്ല. കല്യാണി പോയിട്ട് പിന്നെ ബാക്കി എന്തും ചെയ്യാനായിട്ട് നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ദേ കല്യാണിക്കുട്ടി പോയിട്ടാണ്. കല്യാണിക്കുട്ടീനെ സ്കൂളിലൊക്കെ വിട്ട് കണ്ണൻകുട്ടിക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് മരുന്നൊക്കെ കൊടുത്ത് ഞാനും ചായയൊക്കെ കുടിച്ച് കണ്ണൻ്റെ കുളി കഴിഞ്ഞു. അപ്പോഴേ കണ്ണന് പനി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുല്ലോ ഞാൻ. ചെറിയ രീതിയിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പനിച്ചിരുന്ന സമയത്തെ തലയൊന്നും കഴുകിയിരുന്നില്ല. അപ്പോൾ ഒരു കണ്ണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുമന്നിരിക്കുന്നു കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസമൊക്കെ തല കഴുകാണ്ടിരുന്ന് കഴിഞ്ഞാൽ കണ്ണിൽ ഒരു ചുമപ്പ് കളർ വരാറുണ്ട്. കണ്ണിൽ അങ്ങനെ ഒരു ചുമപ്പ് കളർ വരാറുണ്ട്. ഞാൻ കണ്ണനൊന്ന് ബനിയനിടെ വെച്ചിട്ട് ഞാൻ ഇരുത്തട്ടെ. അവനെ കിടക്കുമ്പോൾ വലിക്കണ പോലെ സൗണ്ട്. കണ്ണപ്പാ വാ. ഇപ്പോൾ കണ്ണൻകുട്ടിയിൽ ഒരു കണ്ണ് നേരം വെളുത്തപ്പോഴേ ഇപ്പോൾ കുറഞ്ഞു കേട്ടോ. കുളി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം കുറച്ച് എണ്ണ തൊട്ട് പറ്റിയിട്ടേ കുളിപ്പിച്ചു. തലയിൽ വെള്ളം ഉണ്ടെങ്കിൽ തുടക്കിയിട്ടെ. നല്ല മഴയാണ് പുറത്ത്. പക്ഷേ എണ്ണ തൊടാണ്ടിരുന്നതിൻ്റെ ഞാൻ തോന്നുന്നു കണ്ണിൽ ആ ചുമപ്പ് കളർ വന്നത്. വെള്ളം ഉണ്ടല്ലോ അവിടെ എത്തിയും കൂടെ. കണ്ണിൻ്റെ മുടിക്ക് ഭയങ്കര തിക്നെസ്സാണ്. ഭയങ്കര ഉള്ളുള്ള മുടിയാണ് കണ്ണൻ്റെ. കാണുമ്പോൾ അത്രയ്ക്ക് അറിയില്ലായിരിക്കും, പക്ഷെ നല്ല ഉള്ളിലേക്ക് നല്ല ഉള്ളുണ്ട്. അപ്പോൾ മുടി ഇങ്ങനെ വെള്ളം നല്ലോണം തുടച്ചാലേ വെള്ളം പോവുള്ളൂ. തുടക്കിയിട്ടുണ്ട്. പിന്നെ മുടിയുണ്ട് അത്യാവശ്യം കുറച്ച്. ഞങ്ങൾ സ്റ്റൈലിൽ നിന്ന് വളർത്തിയാണെന്താ അല്ലേണ്ണ? അവിടെ ഞങ്ങൾ സ്റ്റൈലിന് വളർത്തിയാണെന്താ. ഇങ്ങോട്ട് നോക്കിയേ. അപ്പോൾ ഈ കണ്ണിൽ ചെറിയ ഇപ്പുറത്തെ കണ്ണിൽ കേട്ടോ ചെറിയ ചുമപ്പ് കളറുണ്ട്. ഉച്ചയാകുമ്പോഴേക്കും നമുക്ക് കുറയുമോ നോക്കാം. എണ്ണ ചെറുതായിട്ടൊന്ന് തൊട്ട് പറ്റി കുളിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ചിലപ്പോൾ കുറയായിരിക്കും. ഞാൻ അങ്ങനെ എണ്ണ തൊട്ട് പറ്റി കുളിപ്പിച്ച് കഴിഞ്ഞാൽ കുറയാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കണ്ണിൽ ഇൻഫെക്ഷൻ ഒഴിക്കുന്നൊരു ഡ്രോപ്സ് ഇരിപ്പുണ്ട്, അതൊഴിച്ചു കൊടുക്കാം. പനിയുള്ളത് കാരണം നമുക്ക് കുളിപ്പിക്കാനും പേടിയായിരുന്നു. തല കഴുകാറില്ല, വെറുതെ നനച്ച് തുടയ്ക്കാറാണ് ഈ പതിവ്. അപ്പം ഇങ്ങനെയൊക്കെയാണെങ്കിൽ തലയിലൊരു തണവ് വേണം എപ്പോഴും. ചൂടിരുന്ന് കഴിഞ്ഞാൽ ആൾക്ക് കണ്ണിലേക്കാണ് അതിൻ്റെ ഇത് ശരിക്കും അറിയാം. മത്തകണ്ണൊക്കെ കണ്ണി വലിയ കണ്ണൊക്കെ അല്ലേ, അതുകൊണ്ട് നമുക്ക് കണ്ണിൽ എന്ത് ഇത് വന്നാലും പെട്ടെന്ന് അറിയാൻ പറ്റും. മത്തകണ്ണനാണല്ലോ, വലിയ ഉണ്ടക്കണ്ണനാണല്ലോ മത്തകണ്ണനാ. അയ്യോ അമ്മ കുളിച്ചില്ല. എൻ്റെ പേക്കോലം കണ്ടിട്ട് നിങ്ങളാരും പേടിക്കണ്ട കേട്ടാ. ലില്ലി എന്നെ നോക്കുമെന്ന് വേണ്ട, ഞാൻ കുളിച്ചില്ല. ഇന്നലെ വൈകുന്നേരം ഇട്ട ഡ്രസ്സാ. എന്തേ ഒരു ഇപ്പം ചിലപ്പോൾ ഉമ്മ ചോദിച്ചാൽ തരില്ല കേട്ടാ, കുളിക്കാത്ത കാരണം. ഒരു ഉമ്മ തരോ തരില്ലേന്നാ. എൻ്റെ മോൾ അങ്ങനെയൊന്നുമില്ല. അച്ചോ അമ്മ കൊച്ചില്ലെങ്കിൽ നമ്മുടെ പൊന്നമ്മ ചുമ്മയൊക്കെ തരും അല്ലേ? എന്നെ ചപ്പിയതല്ലേ, എന്നെ കടിച്ചാൻ നോക്കിയതല്ലേ? ഓ അമ്മയുടെ പൊന്നാണ് അങ്ങനെയൊന്നുമില്ല. ഞാൻ വയറക്കണമൊക്കെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ. എവിടെയാമ്മ വയറക്ക? ഇവിടെയാണെന്ന്. ഇവിടെ നിന്ന് ഇങ്ങനെ ചിലപ്പോൾ കഴുത്തിൽ നിന്ന് ഇങ്ങനെ വയർപ്പ് ഇങ്ങനെ വരും, നല്ല പണിയൊക്കെ എടുത്ത് നിൽക്കുമ്പോൾ. അപ്പോൾ ആളിങ്ങനെ നോക്കും കഴുത്തിലേക്ക്, വയർക്കണുണ്ടോ അല്ലേ? നോക്കാറില്ലേ ഇങ്ങനെ? എനിക്കറിയാം ഇവൻ്റെ ഓരോ നോട്ടങ്ങളും ഓരോ ഭാവങ്ങളും. എവിടെയാമ്മ വയർക്കാറ്? എന്ത് തന്നെയാണ്? അവിടെയാണ് എന്ത് വയർക്കാറ്, കഴുത്തിൻ്റെ അവിടെ ഇങ്ങനെ വയർക്കണം. നമുക്ക് ഉച്ചിട്ട് ചുന്തിരിയിട്ട് വരട്ടെ. ചുന്തിരി വരട്ടെ. ആരാ? കണ്ണനാണ് അമ്മയാണ് ചുന്തിരി? ആരാ ചുന്തിരി? എന്താ നിന്റെ മേത്തേക്ക് നോക്കണ്? ഇതാണോ ചുന്തിരി? ഇത് അവനെ ചുന്തിരി, ഞാൻ ചുന്തിരി ഒന്നല്ല. അപ്പം ഇതാണോ ചുന്തിരി? അവനെ തന്നെ നോക്കണ്. കണ്ണനാണ് അമ്മയാണ് ചുന്തിരി? നിങ്ങളാ ഞാനാണ്. ആരാടാ ചുന്തിരി? ചുന്തിരി ഇരിക്കുന്നത്. കണ്ണനാണ് അമ്മയാണ് ചുന്തിരി? തല പൊക്കണില്ല, അവൻ തന്നെ ചുന്തിരി. ഒരു ചുന്തിരീനെ കണ്ടാലും മതി.
ഒരു ചുഞ്ചിരിനെ കണ്ടാലും മതി, ഒരു ചുഞ്ചിരി പെണ്ണിനെ കണ്ടാലും മതി. നീയാണോ ചുഞ്ചിരി? ഞാനാ ചുന്തിരി, നീയല്ല ചുന്തിരി. ആരാ ആര് ചുന്തി? ഞാനാണ്. ആണ് ചുന്തിരി. ആര് ചുന്തിരി? കണ്ണാള് ചുന്തിരി? അമ്മയല്ല ചുന്തിരി? ആര് ചുന്തിരി? ആളെ എത്തിക്കാനെ നോക്കിയിരിക്കുക. കണ്ണൻകുട്ടിയുടെ ഈ കണ്ണാണ് കേട്ടാ ചുമന്നിരിക്കണത്തിരി, കണ്ട ചുമപ്പൻ കളറ്. കുഴപ്പമില്ല, അല്ല കണ്ണ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഓക്കെ ആവും. ഞങ്ങൾ എണ്ണയൊക്കെ തേച്ച് കുളിച്ചിട്ടുണ്ട്. ഓക്കെ ആവും അല്ലേ? ഒന്ന് ചിരിക്കടോ പക്ഷേ. അമ്മ വേഗേ തുടച്ചിട്ടിട്ട് കുളിച്ചിട്ട് കണ്ണനെ എടുക്കാം കേട്ടാ. കിടക്കുമോ അതുവരെ? പാട്ട് വെച്ചിടാം. പാട്ട് വയ്ക്കണ ഏത് പാട്ട് വയ്ക്കണ്ടേ? ഇവിടെ പാട്ടൊന്നും ഇല്ലല്ലോ. ടീച്ചർ ആ ടീച്ചറിനെ ഏടാമ്മ പഠിപ്പിച്ചൊന്നുമില്ലേ? ആട്ടിയെ അതന്നെ, അങ്ങനെ നീച്ചാനാട്ടാ. നീച്ച നാട്ടിക്കോളാട്ടാ. മുഖത്തൊന്നും വന്നിരിക്കാൻ സമ്മതിക്കരുതിട്ടാ. കണ്ണാ ആട്ടിക്കോളോ. പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. പിന്നെ ഞാൻ കണ്ണന് രാവിലത്തെ ഞാൻ വേഗം കുളിച്ച് രാവിലത്തെ ഭക്ഷണം രാവിലത്തെ അല്ല, ഒരു ഇടനേരം കൊടുക്കില്ലേ, 11 മണി 10:30 മണിയൊക്കെ ആകുമ്പോൾ ഉള്ളത് കൊടുക്കാനൊക്കെ ഇങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ ട്രൈപ്പോഡും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായില്ല. അപ്പോൾ കയ്യിലൊരു ഫോൺ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ആ ക്യാമറ ഓണായിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ കണ്ണൻ നോക്കുന്നൊരു നോട്ടം കണ്ടോ. അപ്പോൾ ആളിത് ഇങ്ങനെ ആൾക്ക് ഇഷ്ടമാണ് വീഡിയോ ഒക്കെ അവിടെ നടക്കുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആൾക്കൊരു ഇൻട്രസ്റ്റ് ആണ് കേട്ടോ, ഫുഡ് കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. പിന്നെ അന്നത്തെ ദിവസം എനിക്ക് കുറേ വേറെ എക്സ്ട്രാ പണികളുണ്ടായിരുന്നു എൻ്റേതായിട്ടുള്ള. ഇപ്പോൾ വീഡിയോ എഡിറ്റിങ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെയുള്ള സമയങ്ങളിലൊന്നും നമുക്ക് വീഡിയോ ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വൈകിട്ടായപ്പോഴാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്, ഒരു ചക്കയുടെ കഷ്ണം ഇരിപ്പുണ്ടായിരുന്നു. അതിതുപോലെ ആരോ തന്നതാണ് കേട്ടോ. അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയാണ് തോന്നുന്നു. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി മിക്കപ്പോഴും ചക്കയും മാങ്ങയും ഒക്കെ അവിടെ ആ ചേച്ചിയും ആളുടെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്കാണെങ്കിൽ തറവാട്ടിൽ നിന്നും അവരുടെ അപ്പുറത്ത് ചക്കയും മാങ്ങയും ഒക്കെ ഉണ്ട്. അപ്പോൾ ആളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ചക്കയും മാങ്ങയും ഒക്കെ കൊണ്ടു തരും കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഉപ്പേരി വയ്ക്കാനായിട്ട് കറി വയ്ക്കാനായിട്ട് കൊണ്ടു തന്നതായിരുന്നു. പക്ഷേ എന്താ പറയുക, കറി അത്രയ്ക്ക് അങ്ങോട്ട് മൂപ്പായിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പിറ്റേ ദിവസമായപ്പോഴേക്കും അതിനൊരു മധുരമൊക്കെ വന്നു, പഴുപ്പിൻ്റെ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ പിന്നെ ഞാൻ വെച്ച് ഇനിയിപ്പോൾ എന്തായാലും അത് പഴുക്കട്ടെ എന്ന് വിചാരിച്ചായിട്ട് എടുത്ത് വെച്ചു. അപ്പോൾ ഇവിടെ പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ കുറച്ച് വീഡിയോസിലൊക്കെ കാണുന്നതാണല്ലേ ചക്കട. അവിടെ ഒരു ചക്കട പ്രാന്തമുള്ളൊരു കൊച്ചുണ്ട് കേട്ടോ, ഒരമ്മയുണ്ട്. ഭയങ്കര ഇഷ്ടമായി എനിക്കും കണ്ണനും. ചക്കട ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ വിചാരിച്ചു ചക്ക ഒരു കഷ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് നന്നാക്കി എടുത്ത് വയ്ക്കാം. നേരെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നാളെ രാവിലെ ഉണ്ടാക്കാം. അപ്പോൾ വൈകിട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ ഇലയൊക്കെ കീറി കൊണ്ടുവന്ന് തേങ്ങയൊക്കെ പൊതിച്ച് എല്ലാം ചെയ്യുമ്പോൾ ചിലപ്പോൾ പിന്നെ വൈകുന്നേരത്തെ എൻ്റെ പരിപാടികളൊക്കെ ഒരുപാട് ലേറ്റാവും. അപ്പോൾ ഞാൻ കരുതി നോക്കട്ടെ, നേരെ ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് കരുതി. അല്ലെങ്കിൽ പിന്നെ ചക്ക അത് ചുള പറിച്ചാണെങ്കിൽ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാമല്ലോ എന്ന് കരുതി. അപ്പോൾ കല്യാണിക്ക് ഈ ടൈമിൽ അപ്പുറത്തെ വീട്ടിലെ കുട്ടികൾ വന്ന് കളിക്കാറുള്ള സമയമാണ്. പക്ഷേ കല്യാണിക്ക് ചെറിയ വയ്യായികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പനിയുടേതായിട്ടുള്ള ക്ഷീണവും കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു കളിക്കണ്ട, അടങ്ങി ഒതുങ്ങിയിരിക്കുക, കണ്ണൻ ചേട്ടൻ്റെ കൂടെ അടങ്ങി ഒതുങ്ങിയിരിക്കുക എന്നൊക്കെ പറഞ്ഞ ആളെ ഞാൻ പിടിച്ചിരുത്തിയൊക്കെയായിരുന്നു. അല്ലെങ്കിൽ ഈ സമയത്തൊന്നും ആളെ നമുക്ക് വീഡിയോസിൽ കിട്ടില്ല. ആളപ്പുറത്തെ പിള്ളേരുകളുടെ കൂടെ കളിയായിരിക്കും കേട്ടോ. പിന്നെ മഴയും നല്ല രീതിയിൽ പെയ്യുന്നുണ്ടായിരുന്നു. രാവിലെ ഞാൻ കാണിച്ച ആ മഴ ഇങ്ങനെ തോരും പെയ്യും അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ കണ്ണൻകുട്ടിക്കും ഇഷ്ടമാണ് ഇങ്ങനെ പണികൾ. അപ്പോൾ ആദ്യമൊക്കെ എപ്പോഴും ഇങ്ങനെ തന്നെ. ഇപ്പോഴാണ് പിന്നെയും അവന് ടി വിയൊക്കെ വെച്ച് കൊടുത്തിട്ട് ഞാൻ അടുക്കളയിലത്തെ പണികൾക്കൊക്കെ വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ നമ്മൾ ഞാൻ എന്ത് ജോലി ചെയ്യുന്ന അവിടെ കണ്ണൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാവും. അങ്ങനെയാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യാറ്. അപ്പോൾ ഞാൻ കണ്ണൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് അടുക്കളയിൽ ഇരുന്നിട്ടാണ് ഞാൻ ചക്കയുടെ പരിപാടികളൊക്കെ ചെയ്യാറ്. അപ്പോൾ എനിക്ക് തോന്നി അടുക്കളയിൽ കണ്ണനെ കൊണ്ടുവന്ന് കെടുത്തുന്നത് നടക്കില്ല, അവിടെ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട് താഴത്ത്. അപ്പോൾ കെടുത്തി കഴിഞ്ഞാൽ ശരിയാവില്ല.
അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നന്നാക്കാമെന്ന് കരുതിയിട്ട് അവിടെ ഇരുന്ന് നന്നാക്കാൻ നിന്നു കേട്ടോ ചക്കയൊക്കെ. അപ്പോൾ കല്യാണി ഹെൽപ്പ് ചെയ്യാനൊക്കെ വരുന്നുണ്ട്. പക്ഷേ കൈമ പശയാവും എന്നൊക്കെ പറഞ്ഞത് കാരണം ആൾക്ക് ഇങ്ങനെ ഒട്ടുന്നൊക്കെ കണ്ടപ്പോഴേ അമ്മ ഇത് ഒട്ടി പിടിക്കുമോ, ഇനിയിപ്പോൾ കൈ എനിക്ക് ഇങ്ങനെ പശയായി കഴിഞ്ഞ് പിന്നെ എനിക്ക് എൻ്റെ കൈ ഇങ്ങോട്ട് മാറ്റിയെടുക്കാൻ പറ്റില്ലേ, ഭയങ്കര സംശയങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല അതുമ്പോൾ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ ഒട്ടി പിടിക്കും, പിന്നെ നമുക്കത് കിട്ടൂല ഏട്ടാ, അങ്ങനെ തന്നെ ഇരുന്ന് പോകുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ചക്കയമ്മ തൊടാണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തൊട്ട് അല്ലെങ്കിൽ തലേദിവസം തൊട്ടൊക്കെ വിചാരിക്കുന്നതാണ് ആ വണ്ടി ഒന്ന് തുടച്ച്, മഴയൊക്കെ കൊണ്ടിട്ട് ആകെ മണ്ണും പൊടിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് എന്തെങ്കിലും ഒരു ഷീറ്റായാലും അതും ഇടണം, അല്ലെങ്കിൽ മഴയൊക്കെ കൊണ്ട് സാധനം നശിച്ചു പോകും. ഞാനാണെങ്കിൽ ഇത് എടുക്കലും വളരെ കുറവാണ്, അപ്പോൾ അത് നശിച്ച് പോവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പോൾ പിന്നെ ചേട്ടൻ്റെ അടുത്ത് ഷീറ്റൊക്കെ മേടിച്ചിട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും അതവിടെ എങ്ങനെ ഇരിക്കും. ആളോട് ഇപ്പം ഇന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആൾ മറക്കും, പിന്നെ നാളെയും മറക്കും, അങ്ങനെയാണ് ചിലപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ കയ്യിൽ സാധനം കിട്ടുക. അപ്പോൾ ഞാൻ എൻ്റെ ഇത് മുകളിലൊക്കെ പോയി നോക്കിയപ്പോൾ അത് ഇതൊക്കെ വാങ്ങിയതിൻ്റെ വലിയ 1-2 കവറുകളൊക്കെ എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ കരുതി ആ കവറുകളൊക്കെ ജോയിൻ ചെയ്തിട്ട് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് കാര്യങ്ങളും ഞാൻ അങ്ങനെ, അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയിട്ട് അത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നടക്കില്ല. അപ്പോൾ പിന്നെ നമുക്കത് എങ്ങനെ നമുക്ക് വേറെ രീതിയിൽ ഇത് പ്രയോജനപ്പെടുത്താം. ഇപ്പം നമ്മുടെ നിങ്ങൾ എൻ്റെ ഫസ്റ്റ് വീഡിയോസുകളൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, എനിക്ക് ഈ ഫസ്റ്റ് ടൈമിലൊന്നും ട്രൈപ്പോഡൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വീഡിയോസൊന്നും എടുത്തിരുന്നത് ട്രൈപ്പോഡൊന്നും വെച്ചിട്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ട്രൈപ്പോഡ് വാങ്ങിയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കിപ്പോൾ നടക്കില്ല. നമുക്ക് അന്നത്തേക്ക് എൻ്റെ സാഹചര്യം അതുപോലെയായിരുന്നു. അപ്പോൾ എനിക്ക് നടക്കില്ല, ട്രൈപ്പോഡ് കിട്ടിയിട്ട് ഞാൻ വീഡിയോസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല. അപ്പോൾ ഞാൻ ട്രൈപ്പോഡ് എനിക്ക് എങ്ങനെ വീഡിയോസ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് വെച്ചിട്ട് ഞാൻ എന്താ പറയുക കാർഡ്ബോർഡ് ബോക്സും വേറെ കുറേ ഡബ്ബകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ അതുകൊണ്ട് ട്രൈപ്പോഡ് ഞാനായിട്ട് ഉണ്ടാക്കി, ഫോൺ ജസ്റ്റ് ഒന്ന് ഇരിക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്താൽ പോരെ. അപ്പോൾ അങ്ങനെ ഞാൻ തന്നെ ഉണ്ടാക്കി, അങ്ങനെയൊക്കെ ഞാൻ വീഡിയോസൊക്കെ എടുത്തിരുന്ന ഒരു കാലം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ ഇപ്പോഴും പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ കയ്യിൽ ഒരു സാധനം ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു കാര്യം ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു സാധനം കിട്ടിയിട്ടേ അത് ചെയ്യുമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ ഷീറ്റ് വാങ്ങിച്ചിട്ട് ചിലപ്പോൾ വണ്ടി മൂടിയിടാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി അവിടെ ഇരിക്കും. അപ്പോൾ അതിൽ നല്ലത് നമുക്ക് ഇപ്പോൾ എന്ത് ചെയ്യാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് കവറുകളൊക്കെ കിട്ടിയിട്ടുണ്ട്, അത്യാവശ്യം മഴ കൊള്ളാണ്ടൊക്കെ ഇരിക്കണമെങ്കിൽ നമുക്കതൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് അതും ഇടാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ കവറൊക്കെ എടുത്ത് ഒന്ന് ജോയിൻ ചെയ്ത് വണ്ടിയിൽ ഇടാമെന്ന് വിചാരിച്ചിങ്ങനെ നിന്നു കേട്ടോ. അപ്പോൾ കല്യാണിക്കൊന്നും കാര്യം മനസ്സിലായില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള എൻ്റെ ഒരു മൈൻഡ് അങ്ങനെയാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സാധനം കിട്ടിയാലേ കാര്യം നടക്കുമെന്നൊന്നും വിചാരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യാറില്ല. അത് വേറെ ഏത് രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള വഴികളുണ്ടെങ്കിൽ അങ്ങനെ പോട്ടെ തൽക്കാലത്തേക്ക്. മറ്റേതൊക്കെ നമുക്ക് പറ്റുമ്പോൾ ചെയ്യാം, അങ്ങനത്തെ ഒരു മൈൻഡാണ്. അല്ലെങ്കിൽ അത് തന്നെ കിട്ടിയിട്ട് ഞാൻ ആ ഒരു കാര്യം ചെയ്യൂ അങ്ങനെയൊന്നും നമ്മൾ വിചാരിച്ച് നിൽക്കാറില്ല. പിന്നെയും ഇപ്പോഴൊക്കെയാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് നേടിയെടുക്കാനോ അല്ലെങ്കിൽ വാങ്ങാനോ ഒക്കെ എനിക്ക് പറ്റി തുടങ്ങിയിട്ടുള്ളത് ഇപ്പോഴൊക്കെയാണ്. പിന്നെയും ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതൊന്നുമില്ലാതിരുന്ന ഒരുപാട് അവസ്ഥകൾ സാഹചര്യങ്ങളിലൂടെ നമ്മൾ ജീവിച്ചു പോയിട്ടുണ്ട്, അന്നും നമ്മൾ ജീവിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്ത് ഇല്ല എന്നുള്ള അവസ്ഥയിൽ നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ പറ്റും കേട്ടോ. അപ്പം ഞാനതങ്ങനെ ചെയ്യാനൊക്കെ നിന്ന് അത് അങ്ങനെ കൊണ്ടുവന്നിട്ടു, വണ്ടിയുമ്പോൾ കൊണ്ടുവന്നിട്ടു. അപ്പോൾ എനിക്ക് സമാധാനമായി, കാരണം കുറച്ച് ഭാഗമെങ്കിലും ഇനി മഴ കൊള്ളാണ്ടിരിക്കുമല്ലോ, അപ്പോൾ നമുക്കൊരു സമാധാനം. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ഷീറ്റ് വാങ്ങി എന്തെങ്കിലും സംവിധാനം ചെയ്യണം. അത് ഞാനിപ്പോൾ മെയിനായിട്ടും ചെയ്യാതിരിക്കുന്നതിന് കുറച്ച് കാരണങ്ങളുണ്ട്. കാരണം നമ്മളിപ്പോൾ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കുന്നൊക്കെയുണ്ട്. ഞാനിപ്പോൾ അതെന്തായാലും പബ്ലിക്കായിട്ട് പറയുന്നില്ല. അപ്പോൾ അങ്ങനെ വീട് സംബന്ധിച്ച് കാര്യങ്ങളൊന്നും ഇപ്പോൾ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് സമയം ആവട്ടെ, നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ എന്തായാലും വരുന്ന വീഡിയോസിലൊക്കെ ആയിട്ട് ഞാൻ പറയാനായിട്ട് നോക്കാം. ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറയുള്ളൂ, ആരും പ്രതീക്ഷിച്ചിരിക്കേണ്ട. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മളിതിൻ്റെ ഇടയിൽ കൂടെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിലുള്ള കുറേ വിശേഷങ്ങളൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊരു നെറ്റിപ്പട്ടത്തിന് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നെറ്റിപ്പട്ടം ഒന്ന് വേഗം കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാ പണികളും കഴിച്ച് വെച്ചിട്ടുണ്ടായി. പിന്നെ അതുമത്തെ ഈ ത്രെഡ് വർക്കുകളൊക്കെയാണ് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ കിടക്കാൻ പോകുന്നതിന് മുൻപ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടക്കാൻ പോകുന്നതിന് മുൻപ് ഒരു
അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറൊക്കെ എനിക്ക് കിട്ടാറുണ്ട്, സമയം കിട്ടാറുണ്ട്. ഇപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ തുടങ്ങിയതുകൊണ്ട് ആ ഒരു സമയത്ത് ഞാൻ പരമാവധി ഫ്രീ ആവാൻ നോക്കാറുണ്ട്. ഗ്രൂപ്പിനെ പറ്റി അറിയാത്തവർക്കായിട്ട് ഞാൻ പറയാനുണ്ട്, നമ്മുടെ ഗ്രൂപ്പ് എപ്പോഴും അഡ്മിൻസ് ഓൺലി ആക്കിയിട്ടാണ് വെക്കാറ്. ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്, 800 സംതിങ് മെമ്പേഴ്സ് ഉള്ളത് കൊണ്ട് എല്ലാവർക്കും ഒരുപാട് മെസ്സേജസൊക്കെ വരുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും അഡ്മിൻസ് ഓൺലി ആക്കിയിട്ടാണ് വെക്കാറ്. എല്ലാ ദിവസങ്ങളിലും, പരമാവധി എല്ലാ ദിവസങ്ങളിലും നൈറ്റ് ഒരു 8:30 ആകുമ്പോൾ നമ്മൾ ഗ്രൂപ്പ് ഓപ്പൺ ആക്കും. എല്ലാവരും പരസ്പരം സംസാരിക്കും. ഒരു 9:30-10 മണിയൊക്കെ ആകുമ്പോഴേക്കും ഗ്രൂപ്പ് ക്ലോസ് ചെയ്യും. അങ്ങനെ എല്ലാ ദിവസവും നമ്മളെല്ലാ മെമ്പേഴ്സായിട്ട് കുറച്ച് നേരമൊക്കെ സംസാരിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം ഞാൻ പരമാവധി ഫ്രീ ആവാൻ നോക്കാറുണ്ട്. കാരണം ഗ്രൂപ്പ് ഓപ്പണും ക്ലോസും ഒക്കെ ആക്കാനായിട്ട് നിൽക്കണം. അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ സന്തോഷമായിട്ട് പോകുന്നു. അപ്പോൾ അതിൽ മുൻപ് കിട്ടുന്ന കുറച്ച് സമയത്ത് ഞാൻ ഈ ത്രെഡൊക്കെ കെട്ടാനൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ കണ്ണനും എടുത്തുകൊണ്ടുവന്ന് ഇരുത്തിയിട്ടോ. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കാണുമ്പോഴേ, അവനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആളിങ്ങനെ ഇരിക്കുന്നത് അവൻ്റെ നടുവിന് നല്ലതാണല്ലോ. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ കെട്ടിയിട്ട് പിന്നെ ചെന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കിടക്കേണ്ട സമയം തന്നെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മൾ നൂല് കെട്ടി നെറ്റിപ്പട്ടത്തിൻ്റെ മുഴുവൻ വർക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ പണികളും കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു, അധികം വലിയ നെറ്റിപ്പട്ടല്ല, ഒരു 2-2.5 അടി വരുന്നൊരു നെറ്റിപ്പട്ടായിരുന്നു കേട്ടോ നമ്മളന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നെറ്റിപ്പട്ടത്തിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയ സന്തോഷം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കട്ടെ. ബൈ ബൈ.